നമസ്തേ, ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് NRI പേഴ്സൺസ്, നോൺ റെസിഡൻറ്റ് പേഴ്സൻ്റെയും ഫോറിൻ പേഴ്സണും ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ സാലറി സ്ട്രക്ചറിനെ കുറിച്ചും എന്താണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സാലറി എന്നതിനെക്കുറിച്ചും അതിൻ്റെ അകത്ത് വരുന്ന ചില ബ്രീഫായിട്ടുള്ള എക്സംഷൻസിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെക്ഷൻ 14 പ്രകാരം 14 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകത്തിനെ, അതായത് നമ്മുടെ വരുമാനത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സാലറി ഇൻകം, ഒന്ന് ഇൻകം ഫ്രം പ്രൊഫഷണൽ ബിസിനസ് ഇൻകം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്ന ഇൻകമാണുള്ളത്. അത് സാലറിയാണ് ഏറ്റവും മേജറായിട്ട് വരുന്നത്. കാരണം ഇന്ത്യയിലെ കൂടുതൽ ആൾക്കാരും ഒരുവിധം സാധാരണക്കാരായ വ്യക്തികളൊക്കെ സാലറി ക്ലാസ്സിലാണ് വരുന്നത്. സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്ഷൻ 17 അതിനെപ്പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 17 നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സാലറി ആൻഡ് വേജസ്, ഒന്ന് പെർക്വിസിറ്റ്സ്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലീവ് ഓഫ് സാലറി. ഈ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് സാലറിയിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാലോ, സാലറി എന്ന് പറഞ്ഞു വരുന്നത് ഒന്ന് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സാലറി ആയിട്ട് കിട്ടുന്നത്. അതിൽ കമ്മീഷൻ ആവാം, പല പല പേരുകളിലുണ്ടാവാം. DA, കമ്മീഷൻ, അലവൻസസ് എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളിൽ നമുക്ക് സാലറി ആയിട്ട്, വേജസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതെല്ലാം നമുക്ക് സാലറി എന്ന വേജസിൽ വരാം. പിന്നെ സാലറിയിൽ വരുന്ന എന്തൊക്കെയാണ്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉള്ളത്, അതും നമ്മുടെ സാലറിയിലെ ഇതിലേക്ക് വരാം. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ അഗ്രിഗേറ്റ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട്, അത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആവാം, അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ടും നമ്മൾ സാലറി എന്ന ഡെഫിനിഷനിൽ കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ നമ്മൾ എംപ്ലോയർ ഇപ്പം 80CCD എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പുതിയ പെൻഷൻ സ്കീം, അതായത് എംപ്ലോയറും എംപ്ലോയിയും പകുതി ചെയ്യുന്നത്, ആ സ്കീമിലേക്ക് വരുന്ന അതിൻ്റെ ബാലൻസും നമ്മൾ സാലറി എന്ന ഡെഫിനിഷനും. ഈ 4 എണ്ണവും നമ്മൾ സാലറി, ഈ 4 നമ്മൾക്ക് എന്ത് കിട്ടിയാലും അത് സാലറി എന്ന ഡെഫിനിഷനിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ അടുത്ത് വരുന്ന പെർക്വിസിറ്റ് സെക്ഷൻ 17(2) പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ എംപ്ലോയർ ഉപഹാരം എന്ന രീതിയിൽ എന്തൊക്കെ തന്നാലും, ഇപ്പോൾ നമുക്ക് ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അല്ലെങ്കിൽ കൺസെഷണൽ റെൻറ്റ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിയംബേഴ്സ്മെൻറ്റ്, നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചികിത്സിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതായത് നമുക്ക് പകുതി കൊടുത്താൽ മതി അല്ലെങ്കിൽ മുഴുവൻ കൊടുക്കണ്ട എന്നുള്ള പറയുന്ന ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ റിയംബേഴ്സ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ അടയ്ക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഇത് ഡയറക്ടർ എംപ്ലോയിക്കും വരാം, ഡയറക്ടറായിട്ടുള്ള വരുന്ന എംപ്ലോയിക്കും വരാം. പിന്നെ ഏതെങ്കിലും ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, ഒരു ക്ലബിലേക്ക് വരുന്ന ബെനിഫിറ്റ് എംപ്ലോയർ പേ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പെർക്വിസിറ്റ് എന്ന രീതിയിൽ വരാം. ഡ്രൈവറിൻ്റെ സാലറി നമ്മൾ എംപ്ലോയർ കൊടുക്കുന്നത്, ഈവൻ ഇൻകം ടാക്സ് തന്നെ എംപ്ലോയർ കൊടുത്താൽ തന്നെയും അതും നമ്മുടെ സാലറിയിൽ കൂട്ടും. അതിന് മുകളിലൊക്കെ നമ്മുടെ സാലറിക്ക് ടാക്സബിൾ ആണ്. പിന്നെ അടുത്ത് വരുന്ന പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി. പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, കോമ്പൻസേഷൻ ഫോർ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മളൊരു എംപ്ലോയ്മെൻറ്റ് നമ്മൾ വിട്ടു പോകണം, അപ്പോൾ നമ്മൾ വിട്ടു പോകുന്നില്ല, അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞേക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവരെന്തെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് തരുന്നു, ഒരു പൈസ നമുക്ക് തരുന്നു, നമ്മൾ അവിടെ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട്, അതാണ് പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി ആയിട്ട് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു വളരെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കറാണ്, നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി അവരെന്തെങ്കിലും ജോയിനിങ് ബോണസ് തരുന്നു. അപ്പോൾ ഇങ്ങനത്തെ തരത്തിൽ, അതായത് നമ്മളൊരു എംപ്ലോയ്മെൻറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ നമുക്ക് തരികയാണെങ്കിൽ അതും നമ്മുടെ സാലറി ആയിട്ട് വരാം. ഈ 3 ക്ലാസ് സാലറി ഡെഫിനിഷനിൽ സാലറി വരും, പെർക്വിസിറ്റ്സ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും. ഇതെല്ലാം നമ്മുടെ സാലറി എന്ന ഹെഡ് ഓഫ് ഇൻകത്തിൽ ടാക്സബിൾ ആയിട്ട് വരും. ഇന്ത്യയിൽ സെക്ഷൻ 9 പ്രകാരം നമ്മൾ ഇന്ത്യൻ റെസിഡൻറ്റ് റിസീവ്ഡ് ഓർ ഡീംഡ് ടു അക്രൂ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറിയും നമ്മൾക്ക് ഏൺ ചെയ്യാൻ റൈറ്റുള്ള സാലറി, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ റൈറ്റുള്ള സാലറി, അത് നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സാലറി എന്ന ഡെഫിനിഷനിൽ വരും. അതായത് ഇന്ത്യയിൽ നമ്മൾ കിട്ടാൻ ഉദ്ദേശിക്കുന്ന സാലറികളെല്ലാം നമുക്ക് വരും. ഇന്ത്യയിൽ നമ്മൾ സർവീസ് ചെയ്തിട്ട് നമ്മൾ ഫോറിനിലാണ് ആ സാലറി വാങ്ങുന്നതെങ്കിൽ പോലും, ഇപ്പം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നു, പക്ഷെ നമ്മുടെ സാലറി ഇൻകം ക്രെഡിറ്റ് ചെയ്യുന്നത് പുറത്തുള്ള രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ പോലും അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ് വരിക. സബ്ജക്റ്റ് ടു ദ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റാണ് നമ്മൾ സാലറീൻ്റെ ഡെഫിനിഷനിൽ കൊണ്ടുവരുന്നത്. പിന്നെ സാലറിയിൽ വരുന്നതെന്ന് വെച്ചാൽ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ റിസീവ്ഡ് അഡ്വാൻസ് റിസീപ്മെൻറ്റ് ഓർ ലേറ്റ് റിസീവ്ഡ് ഇങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു സാലറി നമുക്ക് വേഗം തന്നെ കിട്ടുന്നു, അടുത്ത മാസം സാലറി നമുക്ക് ഈ മാസം തന്നെ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഏപ്രിൽ സാലറി ഞാൻ മാർച്ചിൽ വാങ്ങുന്നു, ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മാർച്ച് ആയതുകൊണ്ട് ആ ഏപ്രിൽ വാങ്ങുന്ന സാലറി ഞാൻ മാർച്ചിൽ ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ അതായത് റിസീവ്ഡ് ഓർ ഏതാണോ ആദ്യം എൻ്റെ കയ്യിൽ കിട്ടുന്നതോ അല്ല കിട്ടാനുള്ളതോ ആയ ഏത് സാലറിയാണോ എൻ്റെ ആദ്യം വരുന്നത് അത് എനിക്ക് ടാക്സബിളായിട്ട് വരും. അല്ല എനിക്കിപ്പോൾ നമുക്ക് കിട്ടിയില്ല, ഒരു സാലറി എനിക്ക് ഈ മാസം എംപ്ലോയർ എനിക്ക് തന്നില്ല, മാർച്ചിൽ കിട്ടേണ്ട സാലറി എംപ്ലോയർ തന്നില്ല, പക്ഷേ അത് മാർച്ചിൽ കിട്ടേണ്ട സാലറിയാണ്, പക്ഷേ ഏപ്രിലാണ് തരുന്നെങ്കിൽ പോലും ഞാൻ മാർച്ചിലാണ് വരിക, പക്ഷേ ഏപ്രിൽ ടാക്സബിൾ ആവില്ല. അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞതിൽ മാർച്ചിൽ നേരത്തെ കിട്ടിയാലും ഏപ്രിൽ ടാക്സബിൾ ആവില്ല, ഏതെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. പക്ഷേ ഏതാണോ നമുക്ക് ആദ്യം വരുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടാത്തത് നമുക്കിപ്പം റൈറ്റ് ആണുള്ളത്, പക്ഷേ നമുക്ക് അടുത്ത മാസമേ തരുന്നുള്ളൂ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ മാസം സാലറി ആയിട്ട് വരും,
അങ്ങനെയാണ് വരുന്നത്. ഇനി സാലറിയിൽ നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് നമുക്ക് 5000 രൂപയോ 1/5 സാലറി ഏതാണ് കുറവെന്ന് വെച്ചാൽ അത് നമുക്ക് സാലറി ഇൻകത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. അതിപ്പം ഓൾഡ് റിജീമിലാണെങ്കിൽ നമുക്ക് 50,000, ന്യൂ റിജീമിലാണെങ്കിൽ 75,000 രൂപ വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. കൂടാതെ നമുക്ക് കിട്ടുന്നത് പിന്നെ പ്രൊഫഷണൽ ടാക്സ്, നമ്മൾ മുനിസിപ്പാലിറ്റിക്കോ എന്തെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൂന്നുമായിരുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഒന്ന് എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് ഗവൺമെൻറ്റിന് മാത്രമേ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഒന്ന് നമ്മുടെ പ്രൊഫഷണൽ ടാക്സ്, അത് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് നമുക്കൊരു സാലറിയിൽ ഡിഡക്ഷനായിട്ട് വരുന്നത്. ഇനി എക്സംഷൻസ് എന്ന രീതിയിൽ വരുന്നത്, 80Cയിൽ നമുക്ക് എക്സംഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് 1,50,000 വരെ 1,50,000 വരെ എല്ലാ വ്യക്തികൾക്കും, സാലറി മാത്രമല്ല ഒരു സാധാരണ ഇൻഡിവിജ്വൽ ആയാലും AOP ആയാലും അവർക്ക് എല്ലാവർക്കും തന്നെ 1,50,000 വരെ കിട്ടും. 80Cയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് അടയ്ക്കുന്നത്, പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ സ്കീംസ് ഉണ്ടെങ്കിൽ, 5 കൊല്ലം നമ്മുടെ ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് സേവിങ് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ, പിന്നെ 1023D പ്രകാരം എക്സംപ്റ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ, പിന്നെ ഹൗസിംഗ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, പബ്ലിക് സെക്ടർ കമ്പനിക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഹൗസിംഗ് ലോൺ നമ്മൾ തരുന്നെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ഈ LIC മറ്റൊക്കെ നമുക്കും നമ്മളുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഒരാൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കെടുത്താൽ അത് തന്നെ എൻ്റെ ഭാര്യയ്ക്കും എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരാൾക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 80C പ്രകാരം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അത് 1,50,000 വരെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 80CCD പ്രകാരമുള്ള ബെനിഫിറ്റ്സ് ആണ്. അത് ന്യൂ റിജീമിലൊക്കെ വരുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. 80CCD പ്രകാരം നമ്മൾ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ പ്രകാരം നമുക്ക് ന്യൂ സ്കീമിലാണെങ്കിൽ 14% സാലറീൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 14% വരെ നമുക്ക് അത് എംപ്ലോയിൻ്റെ ഫുൾ ഡിഡക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. എംപ്ലോയർ കട്ട് ചെയ്ത് 14% വരെ നമുക്ക് എടുക്കാം ന്യൂ റിജീമിലാണെങ്കിൽ. അല്ലാത്തതിൽ 10% വരെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷനായിട്ട് വരുന്ന ഈ 3 ഡിഡക്ഷൻസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. പിന്നെ 80C പ്രകാരമുള്ള 1,50,000 രൂപ വരെ വരുന്ന ബെനിഫിറ്റ്, 80CCD പ്രകാരം വരുന്ന ബെനിഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാലറിയിൽ നിന്ന് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടിൻ്റെ മുകളിൽ നമുക്ക് ഇതർ ഓൾഡ് സ്കീമിലോ ന്യൂ സ്കീമിലോ ടാക്സിബിൾ ആവാം. ഓൾഡ് സ്കീം എന്ന് വെച്ചാൽ അതിൽ സ്ലാബ് റേറ്റ് കുറച്ച് കൂടുതലാണ് ടാക്സ് റേറ്റ്. ന്യൂ സ്കീമിൽ സ്ലാബ് റേറ്റ് കുറഞ്ഞു വരുന്നത്, പക്ഷേ അതിനകത്ത് ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒന്നും കിട്ടാൻ സാധിക്കില്ല. ന്യൂ സ്കീം പ്രകാരം 3 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 5%, അങ്ങനെ ആ സ്ലാബ് സ്കീം ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. സോ അതാണ് ഈ 2 സ്കീം. ഈ 2 സ്കീമിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ആ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ സ്കീമിൽ പ്രകാരം നമ്മൾ ടാക്സ് റിട്ടേൺസ് നമ്മൾ ഫയലും ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.